യെസ്, എന്തായാലും സംഘർഷ സാധ്യതകൾ തുടരുക തന്നെയാണ്. അപ്പോഴും യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ സൂചനയാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതായത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇറാൻ ആക്രമണം കടുപ്പിക്കുന്നുണ്ട്. ഇറാൻ ബ്രിട്ടന് അടക്കം മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക അവസാനിപ്പിച്ചാലും ഇറാൻ്റെ നിലപാട് കൂടി എന്നതിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിന് അയവുണ്ടാകുമോ എന്നതിൽ വ്യക്തത കൈവരികയുള്ളൂ. പക്ഷേ ഈ യുദ്ധം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് ഇന്ധന മേഖലയാണ്. നേരത്തെ അജയ് അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ഓരോ രാജ്യങ്ങളും ഏത് നിലയിലാണ് പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാക്കുകയും ചെയ്തു. പശ്ചിമേഷ്യയിലെ സംഘർഷം നമ്മുടെ രാജ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇന്ധന മേഖലയെ അടക്കം. അതിൽ തന്നെ പാചകവാതകത്തിൻ്റെ കുറവ് അത് മലയാളികൾ അടക്കം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ പാചകവാതകത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ അനിവാര്യതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പലരും ഗ്യാസ് ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. നഗരപ്രദേശങ്ങളിൽ ഗ്യാസ് ലഭ്യമാകുന്നതിൻ്റെ ഇടവേള എന്നത് 25 ദിവസം എന്നതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ അത് 40 ദിവസത്തിന് മുകളിൽ ആണ്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ ലഭ്യതയിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഹോട്ടൽ വ്യവസായ മേഖല അടക്കം വലിയ പ്രതിസന്ധിയിലാണ്. അപ്പോഴും മലയാളികളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചും ആശ്വാസകരമാകുന്ന ഒന്ന് എന്നത് ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില, സാധാരണ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഇപ്പോഴും വർദ്ധിപ്പിച്ചിട്ടില്ല എന്നതാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് രാജ്യത്തിന് ആവശ്യമായ പെട്രോളിൻ്റെ ഏതാണ്ട് 90% വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിക്കുന്ന സാഹചര്യം കൂടി ആണ് ഉള്ളത് എന്നതാണ്. അവിടെ ഏറ്റവും അനുകൂലമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് ഈ ഹോർമോസ് കടലിടുക്കിലൂടെ ഏതാണ്ട് 30% മാത്രമാണ് ഇന്ധനം ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നതാണ്. അതുകൊണ്ടാണ് സാധാരണ പെട്രോളിൻ്റെയൊക്കെ വില വർദ്ധിക്കാതിരിക്കുന്നത്. പക്ഷേ ഇന്ധന നിർമ്മാണം പല കമ്പനികളും അല്ലെങ്കിൽ പല രാജ്യങ്ങളും അവസാനിപ്പിച്ചു എന്നതാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അങ്ങനെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് $100 മുകളിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ പ്രീമിയം പെട്രോളിൻ്റെ വില രാജ്യത്ത് ഉയർത്തിയിരിക്കുകയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. നമ്മൾ അതിൻ്റെ വിശദാംശങ്ങൾ ആണ് പരിശോധിച്ചു പോകുന്നത്. ആദ്യം എന്താണ് ഈ പ്രീമിയം പെട്രോൾ എന്ന സംശയം സ്വാഭാവികമായും പ്രേക്ഷകർക്ക് ഉണ്ടാകും. അതായത് സാധാരണ പെട്രോളിനെ നമ്മളെല്ലാവരും പലപ്പോഴും സാധാരണ പെട്രോൾ ആണ് ഇന്ധനമായി നിറയ്ക്കാറുള്ളത് എങ്കിൽ ആ പെട്രോളിനെ അപേക്ഷിച്ച് ഉയർന്ന ഒക്ടേൻ ഇന്ധനം ആണ് പ്രീമിയം പെട്രോൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒക്ടേൻ റേറ്റിംഗ് എന്നത് ആണ് ഉയർന്നു നിൽക്കുന്നത്. ഈ പ്രീമിയം പെട്രോളിൻ്റെ ഒക്ടേൻ റേറ്റിംഗ് എന്നത് 91 മുതൽ 93 വരെ എന്ന നിലയിൽ ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അത് ഇന്ത്യയിലെ പ്രീമിയം പെട്രോളിൻ്റെ ഒക്ടേൻ റേറ്റിംഗ് ആണ് അത്. ഇതിൽ തന്നെ ചില ബ്രാൻഡുകളിൽ ഇതിനേക്കാൾ ഉയർന്ന റേറ്റിംഗ് കൂടി ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ ഉയർന്ന കംപ്രഷൻ എഞ്ചിനുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ തരത്തിൽ ഉള്ള ഇന്ധനം ഉപയോഗിക്കുന്നത് അതിൻ്റെ ഘർഷണം കുറയ്ക്കുന്നതിനും അതോടൊപ്പം തന്നെ സുഗമമായി ആ എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നതിനും കാരണം ആകുന്നു എന്നതുകൊണ്ടാണ് ഈ ഇന്ധനം പലരും ഉപയോഗിക്കുന്നത്. അങ്ങനെ ആണ് ഈ പ്രീമിയം പെട്രോൾ വാഹനങ്ങളിൽ നിറയ്ക്കുന്നത്. അത് മികച്ച കാര്യക്ഷമതയും അതോടൊപ്പം തന്നെ ദീർഘായുസ്സും നൽകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എഞ്ചിൻ കൂടുതൽ വൃത്തിയായി സൂക്ഷിക്കാൻ സഹായിക്കുന്ന സംവിധാനം ആണ് ഇതിൽ ഉള്ളത് എന്നുകൂടിയാണ് പറയുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ഈ പ്രീമിയം പെട്രോളിൻ്റെ പ്രത്യേകതയായി പറയുന്നത്. അതേസമയം നമ്മൾ സാധാരണ പെട്രോൾ അതിലേക്ക് വരുമ്പോൾ സാധാരണ പെട്രോളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒക്ടേൻ റേറ്റ് അല്ല ഉള്ളത്. അത് പ്രീമിയം പെട്രോളിൽ നിന്ന് താഴ്ന്ന റേറ്റിൽ ആണ് എന്നുള്ളതാണ്. 87 മുതൽ 89 വരെ ആണ് ഒക്ടേൻ റേറ്റിംഗ് എന്നതാണ്. ഈ ഇന്ധനത്തിന് പ്രത്യേകത എന്നത് അതായത് പ്രീമിയം പെട്രോളിൽ ഉള്ളതുപോലെ അഡിറ്റീവുകൾ ഇല്ല എന്നതാണ്. പ്രീമിയം പെട്രോളിന് ആണ് ഇപ്പോൾ വില വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ഒക്ടേൻ റേറ്റിംഗ് കൂടിയിട്ടുള്ള പ്രീമിയം പെട്രോളിൻ്റെ വില ആണ് വർദ്ധിച്ചിട്ടുള്ളത്. ഇത് പക്ഷേ സാധാരണക്കാരായ ആളുകളെ നേരിട്ട് ബാധിക്കില്ല എന്ന് പറയുമ്പോൾ പോലും ഈ പെട്രോൾ നിറയ്ക്കുന്ന നിരവധിയായ ഉപഭോക്താക്കൾ ഉണ്ട് എന്നതാണ്. പക്ഷേ ചരക്ക് നീക്കത്തിനെ ഇത് ബാധിക്കും എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ വില വർദ്ധിപ്പിച്ചതിനെ എല്ലാവരും ഗൗരവത്തോടു കൂടി കാണുന്നത്. എത്ര രൂപയാണ് ഈ പ്രീമിയം പെട്രോളിന് വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. അതായത് രാജ്യത്തെ പ്രമുഖ നിർമ്മാതാക്കൾ എല്ലാവരും തന്നെ, അതായത് എണ്ണ കമ്പനികൾ എല്ലാം തന്നെ പ്രീമിയം പെട്രോളിൻ്റെ വില വർദ്ധിപ്പിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നിവയെല്ലാം
ഇപ്പോൾ അവരുടെ പ്രീമിയം പെട്രോളിൻ്റെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ലിറ്ററിന് 1 ലിറ്റർ പെട്രോളിന് 2 രൂപ മുതൽ 2 രൂപ 35 പൈസ വരെ ആണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഈ നിരക്ക് നിലവിൽ തന്നെ പ്രാബല്യത്തിൽ ആവുകയും ചെയ്യുന്നു. അതായത് പ്രീമിയം പെട്രോൾ ഉപയോഗിക്കുന്നവർക്ക് ഇനി പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കുമ്പോൾ ഉയർന്ന നിരക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇത് ഔദ്യോഗികമായി തന്നെ ഈ വില ഇപ്പോൾ ഈടാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം സാധാരണ പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റമില്ല എന്ന് എണ്ണ കമ്പനികൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ യുദ്ധം കടുക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ വില വർദ്ധിപ്പിക്കേണ്ടതായി വന്നിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ് ഹോർമൂസ് കടലിടുക്ക് ഈ ചരക്ക് നീക്കത്തിൽ, അതായത് എണ്ണ നീക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ്. ആ പാതയിൽ ആണ് ഇപ്പോൾ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യവും പാത ഇറാൻ അടച്ച പശ്ചാത്തലവും ഒക്കെ ഉള്ളത്. പക്ഷേ ഇന്ത്യൻ കപ്പലുകൾക്ക് അടക്കം പോകാനുള്ള അനുമതി ലഭിക്കുന്നുണ്ട്. അതിൽ തന്നെ ഇന്ത്യ കൂടുതൽ ഊന്നൽ നൽകുന്നത് കൂടുതൽ ഗ്യാസ് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനാണ് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. അപ്പോഴും നമ്മൾ നേരിടുന്ന പ്രതിസന്ധി ഈ പല ലോകരാജ്യങ്ങളും അവരുടെ ഇന്ധന നിർമ്മാണം ഒപ്പം LPG നിർമ്മാണമൊക്കെ നിർത്തിവെച്ചിരിക്കുന്നു എന്നതാണ്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഈ കമ്പനികൾ, ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, വിവിധ എണ്ണ കമ്പനികൾ അവരുടെ റേറ്റ് ഉയർത്തി എന്ന് പറയുമ്പോൾ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ പവർ എന്ന ബ്രാൻഡിൽ വരുന്ന പെട്രോളിന് വില കൂടിയിരിക്കുന്നു. ഭാരത് പെട്രോളിയത്തിൻ്റെ സ്പീഡ് എന്ന ബ്രാൻഡിന് വില കൂടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഓയിലിൻ്റെ XP95 എന്നിങ്ങനെയുള്ള ബ്രാൻഡുകൾക്ക് ആണ് ഇപ്പോൾ വില കൂടിയിട്ടുള്ളത്. ഈ ബ്രാൻഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക്, അതായത് 2 വീലറിലും 4 വീലറിലും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നിലവിൽ ഈ ഉയർന്ന വില നൽകേണ്ടതായി വരും എന്നതാണ് എടുത്ത് പറയേണ്ടത്. അതേസമയം ഈ വില ഇപ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ സാധാരണക്കാരായ ആളുകൾ സാധാരണ പെട്രോൾ ആണ് ഉപയോഗിക്കുന്നത്. അതിൽ ഒരു മാറ്റവുമില്ല. ഇപ്പോഴത്തെ ഒരു വില സൂചിക നമ്മൾ പരിശോധിച്ചാൽ തിരുവനന്തപുരത്ത് പെട്രോളിൻ്റെ വില 107 രൂപയാണ്, കൊച്ചിയിൽ അത് 106 ആണ്. അങ്ങനെ സാധാരണ വിലയിൽ ഒരു മാറ്റവുമില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഡീസൽ വിലയിലും മാറ്റമൊന്നുമില്ല. ഡീസൽ വില എന്നത് ശരാശരി 95 രൂപ 38 പൈസ എന്ന നിലയിൽ തന്നെ ആണ് തുടരുന്നത്. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് ഇപ്പോൾ നേരിട്ട് ഇത് ബാധകമാകുന്നില്ല. പക്ഷെ പ്രീമിയം പെട്രോൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൂടുതൽ രൂപ നൽകേണ്ടതായി വരും. എന്നാൽ ഇത് ജനങ്ങളെ ബാധിക്കില്ലേ എന്നുള്ളതാണ്. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഇത് ജനങ്ങളെ ബാധിച്ചേക്കാം എന്ന് തന്നെയാണ് പറയേണ്ടത്. അതിന് കാരണം എന്ത് എന്നതിലേക്ക് വരുമ്പോൾ ഈ പ്രീമിയം പെട്രോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ പല വാഹനങ്ങളും ചരക്ക് നീക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ആണ് എന്നതാണ്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഈ പ്രീമിയം പെട്രോൾ എന്നത് എഞ്ചിൻ്റെ ക്ഷമത വർദ്ധിപ്പിക്കുന്നു, കേടുപാടുകൾ ഇല്ലാതാക്കുന്നു, കൂടുതൽ ദീർഘായുസ് നൽകുന്നു. അപ്പോൾ വലിയ വാഹനങ്ങൾ, ട്രക്കുകൾ, ടാങ്കറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ, അതിൽ ഒക്കെ പലപ്പോഴും ഇത്തരം ഇന്ധനം കൂടി ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ നിലയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡീസൽ തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഇത്തരം ഉയർന്ന കാര്യക്ഷമതയുള്ള പ്രീമിയം പെട്രോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളും ലോജിസ്റ്റിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ടാണ് ചരക്ക് നീക്കത്തിന് ചെലവേറുന്നത് എന്നത് പ്രത്യേകം സൂചിപ്പിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തേക്ക് നമുക്കറിയാം അത്രമേൽ വിസ്തൃതിയുള്ള ഒരു രാജ്യമാണ്. പല ഉൽപ്പന്നങ്ങളും ഏറെ ദൂരം സഞ്ചരിച്ചുകൊണ്ടൊക്കെയാണ്, റോഡ് മാർഗം തന്നെ സഞ്ചരിച്ചുകൊണ്ടാണ് എത്തുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെയാണ് എങ്കിൽ പോലും കേരളത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ, ധാന്യങ്ങൾ, പലചരക്ക് ഉൽപ്പന്നങ്ങൾ, അങ്ങനെ പലതും കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ടാണ് കേരളത്തിലേക്ക് എത്തുന്നത്. അത് പലപ്പോഴും റോഡ് മാർഗം തന്നെയാണ് എത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചരക്ക് നീക്കത്തിന് പൊതുവിൽ രാജ്യത്ത് ചെലവേറുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. അങ്ങനെ ചരക്ക് നീക്കത്തിന് ചെലവേറുമ്പോൾ സ്വാഭാവികമായും ആ ചരക്കിനും വില വർദ്ധിക്കുന്ന സാഹചര്യം ആണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വിലക്കയറ്റത്തിനുള്ള സാധ്യത, ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിലക്കയറ്റത്തിനുള്ള സാധ്യതയാണ് ഉയർത്തുന്നത്. അതേസമയം തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് പാചകവാതക വിപണിയിലെ ആശങ്കകളും. പാചകവാതക വിപണിയിലെ ആശങ്കയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാചകവാതകത്തിൻ്റെ വില, അതായത് ഈ യുദ്ധം ആരംഭിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ പാചകവാതകത്തിൻ്റെ വില വർദ്ധിപ്പിച്ചിരുന്നു. അതിന് കാരണം ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്ത് ഇന്ത്യയിലെ പാചകവാതക ഉപഭോഗത്തിൻ്റെ 10% മാത്രമൊക്കെയാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നതാണ് എടുത്തു പറയേണ്ടത്. അധികവും പുറത്തുനിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ഏതാണ്ട് 40 രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിൽ പാചകവാതകങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൽ തന്നെ 90% കടന്നു വരുന്നത്
ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് എന്നതുകൊണ്ടാണ് ഹോർമൂസ് കടലിടുക്ക് ഇന്ത്യക്ക് പ്രധാനപ്പെട്ടതാവുന്നത്. നിരവധിയായ കപ്പലുകൾ ഇപ്പോൾ തന്നെ ഈ LPGയുമായി ഇന്ത്യയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്, പലതും തീരത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയുടെ ആവശ്യമൊന്നുമില്ല എന്ന് ഇന്ത്യ ആവർത്തിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഉൽപ്പാദക രാജ്യങ്ങൾ അവരുടെ ഉൽപ്പാദനം നിർത്തിവെക്കുമ്പോൾ ആണ് നമ്മൾ വലിയ ക്രൈസിസ് നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയുള്ള ഒരു കരുതൽ ആണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായി 60 രൂപ വർദ്ധിപ്പിച്ചിരുന്നു തുടക്കത്തിൽ തന്നെ. ഒരു പക്ഷേ ഇനിയും അതുകൊണ്ട് തന്നെ വില വർദ്ധിക്കുമോ എന്ന ആശങ്കയുണ്ട്. ഇറക്കുമതിയിൽ കൂടുതൽ തടസ്സങ്ങൾ നേരിട്ടാൽ തീർച്ചയായും വില വർദ്ധിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അങ്ങനെയൊരു ക്ഷാമം ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം തുടരുകയാണ് എങ്കിൽ സ്വാഭാവികമായും ഇനി ഷിപ്പിംഗ് ചാർജ് കൂടും. മറ്റ് പാതകൾ ഉൾപ്പെടെ സ്വീകരിച്ചാൽ അത് ഏറ്റവും എളുപ്പത്തിലുള്ള പാതയാണ് ഹോർമൂസ് എങ്കിൽ മറ്റ് ജലപാതകൾ ഉപയോഗിക്കുമ്പോൾ അത് ദീർഘദൂരം സഞ്ചരിച്ചാണ് എത്തുക എന്നതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് നിരക്ക് വർദ്ധിക്കും, അതിൻ്റെ ചെലവ് വർദ്ധിക്കും എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. യുദ്ധം നീണ്ടുപോകുന്നുവെങ്കിൽ ഒരു പക്ഷേ വീണ്ടും ഈ പാചകവാതകത്തിൻ്റെ വില വർദ്ധിച്ചേക്കാം എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും രാജ്യത്ത് വലിയ പ്രതിസന്ധി നേരിടും. ഇനിയും വിലക്കയറ്റത്തിനുള്ള സാധ്യതയുണ്ട്. വിലക്കയറ്റം എന്നത് മാത്രമല്ല, പല ആളുകൾക്കും ഇപ്പോൾ തന്നെ തൊഴിൽ നഷ്ടമായിട്ടുള്ള സാഹചര്യമാണ്. നമ്മുടെ നാട്ടിലെ ഹോട്ടലുകൾ അടയ്ക്കുമ്പോൾ ആ ഹോട്ടൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിച്ചിരുന്ന എത്രയോ തൊഴിലാളികൾക്ക് ജോലി നഷ്ടമാകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. ഹോട്ടൽ നടത്തിപ്പുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഹോട്ടലുകൾ അടയ്ക്കുമ്പോൾ പല ഹോട്ടലുകളും വാടക കെട്ടിടത്തിലും മറ്റുമൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ തൊഴിലാളികൾക്ക് മാത്രം അല്ല വരുമാനം ഇല്ലാതായി മാറുന്നത്, ആ ഹോട്ടലുകൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൻ്റെ ഉടമയ്ക്ക് വരുമാനം ഇല്ലാതെ വരുന്നു. ഒപ്പം ഈ ഹോട്ടലിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നത് മറ്റു പല കടകളിൽ നിന്നുമാണ്. അങ്ങനെ പലചരക്ക് സാധനങ്ങൾ വാങ്ങാത്ത സാഹചര്യം ഉണ്ടാകുന്നു. പഴം, പച്ചക്കറി പോലെയുള്ളവയുടെ സെയിൽ കുറയുന്നു. മാംസത്തിൻ്റെയും മത്സ്യത്തിൻ്റെയും വിൽപ്പന കുറയുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലേക്കും ഇത് ബാധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അങ്ങനെയൊരു പ്രതിസന്ധി നേരിടുമ്പോൾ ആണ് വിലക്കയറ്റം കൂടി ഉണ്ടാകുന്നത് എങ്കിൽ തീർച്ചയായും അത് രാജ്യത്തിൻ്റെ താളം തെറ്റിക്കുന്ന സാഹചര്യമുണ്ടാകും. സാമ്പത്തിക രംഗത്തിന് മൊത്തം ഒരു അരാജകത്വത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടാകും. അപ്പോൾ ഏതോ രാജ്യങ്ങൾ തമ്മിലാണ് യുദ്ധം എങ്കിൽ പോലും അത് ഓരോ ഇന്ത്യക്കാരനെയും ഓരോ മലയാളിയെയും അടക്കം എങ്ങനെ ബാധിക്കും എന്നതുകൂടിയാണ് പ്രേക്ഷകരുമായി വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.